നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒബ്റ്റെയിൻ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആൻഡ് വൈ ഓൺ എക്സ് ഫ്രം ദി ഫോളോവിംഗ് ഡാറ്റ ബൈ ഷോർട്ട് കട്ട് മെത്തേഡ്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആൻഡ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. ഇതിന്റെ ഫോളോവിംഗ് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡാറ്റ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇനി നമ്മളിന്റെ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. സൊല്യൂഷനിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഗ്രഷൻ ഇക്വേഷനും റീഗ്രഷൻ കോഷ്യൻ ബി എക്സ് വൈ ബി വൈ എക്സ് അതേപോലെ റീഗ്രഷൻ ഇക്വേഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ ഏതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എക്സ് വൈ ദെൻ ഡി എക്സ് വേണം, ഡി എക്സ് ഡി വൈ then dx square dy square dx dy ഇത്രയൊക്കെ ഡാറ്റകൾ നമുക്ക് വേണം. നമുക്ക് പിന്നെ റീഗ്രഷൻ കോഷ്യന്റ് ബി എക്സ് വൈന്റെ ബി വൈ എക്സിന്റെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രയും ഡാറ്റകൾ നമുക്ക് വേണം. അതില് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറൻസ് ഓഫ് എക്സ് മൈനസ് എ, ഡിഫറൻസ് ഓഫ് എക്സ് ഫ്രം ഇറ്റ്സ് അസ്യൂംഡ് മീൻ. എ ആണ് ഈ എക്സിന്റെ അസ്യൂംഡ് മീൻ. ഇനി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ മൈനസ് ബി, ഡിഫറൻസ് ഓഫ് വൈ ഫ്രം ഇറ്റ്സ് അസ്യൂംഡ് മീൻ. ഇതിന്റെ അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ബി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും ആക്ച്വൽ ആയിട്ട് നമ്മൾ എക്സിന്റെ ആക്ച്വൽ ആയിട്ടുള്ള മീൻ എടുത്തു കഴിഞ്ഞാൽ 5 1 6 6 + 3 9 11 12 13 20 23 ആണ് വരിക. ഇതിന്റെ സമ്മ് 23 ഡിവൈഡ് ബൈ 2 4 6 8 23 ഡിവൈഡ് ബൈ 8 ചെയ്യുന്ന സമയത്ത് ഏകദേശം 2.89 ഏകദേശം ഒരു ഡെസിമൽ ആയിട്ടാണ് വരിക. അപ്പൊ നമ്മൾ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള സമ്മ് 3 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂംഡ് സമ്മ് 3. ഓക്കെ, അസ്യൂംഡ് മീൻ 3, എക്സിന്റെ അസ്യൂംഡ് മീൻ ആണ്. അപ്പൊ എന്ത് 3. വൈ അതേപോലെ തന്നെ വൈയുടെ അസ്യൂംഡ് മീൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, അസ്യൂംഡ് മീൻ 2. ഡെസിമലിന് ഏകദേശം അടുത്തായിട്ടുള്ള മീനായിട്ട് ഫ്രാക്ഷനിൽ ഡെസിമൽ ഒന്നും ഇല്ലാത്ത ഒരു നമ്പർ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഡി എക്സ് ഡി വൈ കളിയൊക്കെ ഫിൽ ചെയ്യാൻ പറ്റും. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ, അപ്പോൾ 1 - 3 - 2, അതേപോലെ 5 - 3 2 0 -2 -1 -2 -4 0. ഓക്കെ, അതേപോലെ ഡി വൈ മൈനസ് 2, അസ്യൂംഡ് മീൻ വൈയുടെ അസ്യൂംഡ് മീൻ 2. ഇപ്പം ഡി വൈ വരുന്നത് 4 -1 -2 -2 -1 0 -1 -1 -3. ഇതാണ് ഡി വൈയുടെ ഡി വാല്യൂസ്. ദെൻ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ വാല്യൂസിന്റെ സ്ക്വയർ. അപ്പൊ ഡി എക്സ് സ്ക്വയർ 2 സ്ക്വയർ 4 2 സ്ക്വയർ 4 0 1 4 4 16 0. ഓക്കെ, ദെൻ ഡി വൈ സ്ക്വയർ, ഡിവൈയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസിന്റെ സ്ക്വയർ 16 1 4 4 1 0 1 9. ഇതാണ് വൈ ഡി വൈ സ്ക്വയറിന്റെ വാല്യൂസ്. ദെൻ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ -2 × 4. ഈ ഡി എക്സും ഡി വൈ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂസ് ആണ് ഡി എക്സ് ഡി വൈ. ഓക്കെ, അപ്പൊ ഡി എക്സ് ഡി വൈയുടെ വാല്യൂ വരുന്നത് -8 -2 0 2 2 0 4 × -1 -4 0 × -3 0. ഓക്കെ, അപ്പോൾ ഡി എക്സ് ഡി വൈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിന്റെ എല്ലാം സമ്മ്, അതായത് സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഡി എക്സ് സിഗ്മ ഡി വൈ സിഗ്മ ഡി എക്സ് സ്ക്വയർ സമ്മ് അത് നമ്മൾ അടിയിലേക്ക് എഴുതാണ്.
sigma x ന്റെ സം എന്ന് പറഞ്ഞാൽ 23. sigma y യുടെ സം 16. sigma dx -1. sigma dy 0. sigma dx square 33. sigma dy square 36. Then sigma dx dy -10. ഒക്കെ നിങ്ങൾ ഞങ്ങൾ കൂടെ തന്നെ നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഇത് എറേസ് ചെയ്തിട്ടാണ് ഇതിന്റെ തൊട്ടടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്, വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പം ഇതിന്റെ അല്ല sigma x 23, sigma y 16, sigma dx -1, sigma dy 0, sigma dx square 33, sigma dy square 36, sigma dx dy -10. ഓക്കെ, ഇനി ഇത് എറേസ് ചെയ്തതിനു ശേഷം ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. സമ്മ എറേസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമുക്കറിയാം, ഇതിന്റെ റീഗ്രഷൻ ഇക്വേഷൻ ആണ്. റീഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, റീഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആൻഡ് റീഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. നമുക്കറിയാം, നമ്മൾ എഴുതിയ റീഗ്രഷൻ ഇക്വേഷൻ ഓഫ് x on y എന്ന് പറഞ്ഞാൽ x minus x bar is equal to bxy into y minus y bar. ഓക്കെ, അതേപോലെ റീഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x എന്ന് പറഞ്ഞാൽ y minus y bar is equal to byx into x minus x bar. ഇതാണ് x ന്റെയും y ന്റെയും റീഗ്രഷൻ ഇക്വേഷൻ. അവിടെ നമ്മൾ അസ്യൂംഡ് മീൻ എന്താണ് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബാർ ഇസ് ഇക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം അത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, എ എന്ന് പറഞ്ഞാൽ 3 നമുക്കറിയാം, 3 പ്ലസ് സിഗ്മ ഡി എക്സ്, സിഗ്മ ഡി എക്സ് എന്ന് പറഞ്ഞാൽ -1 divided by number of variables 8. This implies 2.875 വരും. 2.875 x ബാറിന്റെ വാല്യൂ 2.875. അതേപോലെ y ബാർ എന്ന് പറഞ്ഞാൽ b plus sigma dy divided by n ആണ് നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ b യുടെ വാല്യൂ 2 plus sigma dy എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 2 plus 0 is equal to 2. അപ്പം എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും വാല്യൂ നമ്മൾ ചെയ്ത്, ഇനി ദെൻ നമ്മൾ അത് ബി എക്സ് വൈ എന്നുള്ള അതേപോലെ വൈ എക്സ്, ഈ രണ്ട് വാല്യൂസിൽ നമ്മൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ബി എക്സ് വൈയുടെ ഇക്വേഷന് ബി എക്സ് വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡ് ബൈ സിഗ്മ ഡി എക്സ് ഇൻറ്റു sigma dy divided by n into sigma dy square minus sigma dy whole square. ഇതാണ് പിന്നെ ബി എക്സ് വൈയുടെ ഇക്വേഷൻ. നമ്മൾ ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 into sigma dx dy -10 minus sigma dx sigma dy എന്ന് പറഞ്ഞാൽ -1, sigma dy എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ sigma dx into sigma dy, അപ്പം -1 into 0 divided by n into 8 into sigma dy square 36 minus this sigma dy whole square. അപ്പോൾ sigma dy square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ആണ്. പക്ഷെ അതല്ല, സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഡി വൈ സ്ക്വയർ ഇതാണ്. പക്ഷെ അതല്ല സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി വൈയുടെ സ്ക്വയർ, അതായത് 0 വരും. ഇത് ഫൈനൽ ആൻസർ, ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ വരുന്നത് 0. അടിയിലേക്ക് എഴുതാം. ഫൈനൽ ആൻസർ വരുന്നത് -0.2777. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാറിക്കഴിഞ്ഞാൽ
ആകെ മാറും. ശ്രദ്ധിക്കുക, 8 × -10 -80 മൈനസ് ഇത് 0 ഉണ്ടാവുക. -1 × 0 അപ്പോൾ -80 ഡിവൈഡ് ബൈ 8 × 36 ആ വാല്യൂസ് -80 ഡിവൈഡ് ബൈ 8 × 36 എന്ന വാല്യൂ മാത്രമേ ഉണ്ടാവുക. വാല്യൂ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് നമുക്ക്, അതായത് BXY കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? BYX കാണണം. BXY നമ്മൾ കണ്ടു. ഇനി നമ്മൾ BYX കാണും. BYX is equal to equation n into sigma dx dy minus sigma dx into sigma dy divided by n into ഇത് സിഗ്മ ഡി വൈ സ്ക്വയർ ആണ്, മാറിപ്പോയത് ഇതിൽ സിഗ്മ ഡി എക്സ് സ്ക്വയർ ആണ്, പിന്നെ സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ ഫിസിക്കൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ. സിഗ്മ ഡി എക്സ് ഡി വൈയുടെ വാല്യൂ വരുന്നത് -10 മൈനസ് സെയിം വാല്യൂ, ഇവിടുത്തെ സെയിം വാല്യൂ തന്നെ വരിക, -1 × 0 ഡിവൈഡഡ് ബൈ എന്നാണ് 8 ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ. സിഗ്മ ഡി എക്സ് സ്ക്വയർ 33. നമ്മൾ നേരത്തെ ടേബിൾ കണ്ടെച്ചാണ്. സിഗ്മ ഡി എക്സ് സ്ക്വയർ 33 മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി എക്സ് നമ്മൾ കണ്ടത് അതിന്റെ സ്ക്വയർ ആണ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 സ്ക്വയർ ആണ് വരിക. -1 സ്ക്വയർ. ഓക്കെ, ഇതിന്റെ അപ്പോൾ ഇത് 0 ആയിപ്പോ. മൈനസ് ഇത് 8 × -80 ഡിവൈഡ് ബൈ 8 × 33 പ്ലസ് 1 വരും. 8 × 33 പ്ലസ് 1. അപ്പം ഇതിന്റെ ഫൈനലായിട്ടുള്ള ആൻസർ ഈക്വൽ ടു -0.304. BYX. അപ്പം BXY -0.2777 എന്നാണ് BYX -0.304 എന്ന് കണ്ടു. ദെൻ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ എക്സ് റീഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ അത് കാണാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ BXYന്റെയും BYXന്റെ വാല്യൂസ് നമ്മൾ ഈ റീഗ്രഷൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x minus x bar is equal to BXY into y minus y bar എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 x minus 2.875 അതായത് x minus x bar നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. x bar നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 2.875. x minus x bar is equal to BXY minus 0.277. അപ്പം 0.28 എന്നെടുക്കുക is equal to minus 0.28 into y minus y. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കുന്നതാണ്. അപ്പം ഇംപ്ലൈസ് x minus 2.875 is equal to the minus 0.28 y 0.28 y minus 0.5 plus 0.56. അതായത് ഈ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്ലസ് ആവുന്നതാണ് ഇവിടെ പ്ലസ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഈ വാല്യൂ ഇതിന്റെ വാല്യൂ റൈറ്റ് സൈഡ് കൊണ്ടുപോകാം. x is equal to ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അത് പ്ലസ് ആവും. അപ്പൊ 2.875 മൈനസ് 0.28 y പ്ലസ് 0.56. ദെൻ ഫൈനൽ ആയിട്ടുള്ള ആൻസർ x is equal to
വെച്ചാൽ 2.875 പ്ലസ് 0.56 ആഡ് ചെയ്യുക മൈനസ് 0.28y എന്ന് വരും. അപ്പോൾ 3.5 ആൻസർ വരുന്നത് 3.435 മൈനസ് 0.28y മൈനസ് 0.28y. Regression equation of x on y 3.435 minus 0.28y. ഇതാണ് regression equation of x on y. ഇനി നമുക്ക് ഇവിടെ y ന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ y ന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് x when y is equal to ഇത്ര എന്നുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, y ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ x ന്റെ വാല്യൂ ആയിട്ട് മാത്രം കാണണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഇതിൽ ഫോർ എക്സാമ്പിൾ ഇതിൽ നമുക്ക് y ന്റെ വാല്യൂ 2.5 ആയിരിക്കുമ്പോൾ സമയത്ത് x ന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ y ലെസ് ദാൻ 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് x is equal to 3.435 minus 0.28 into 2.5 ജസ്റ്റ് 2 മൈനസ് സ്ഥാനത്ത് 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾക്ക് x ന്റെ വാല്യൂ ഒരു x ന് ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂ കിട്ടും. വെച്ചാൽ 2.735 വരെ x ന് ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു വാല്യൂ 2.735 എന്ന് പറഞ്ഞ ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ x കാണണം. നമ്മൾ റിയലൈസ് ചെയ്തതിനു ശേഷം റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ x ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. നേരത്തെ നമ്മൾ bxy യും byx ഒക്കെ കണ്ടിത് ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട, രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്നും കാണേണ്ട ആവശ്യമില്ല, നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, റിയലൈസ് ചെയ്തതിനു ശേഷം നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ x കാണാം. അപ്പോഴേ നമ്മളിനി ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ x. അപ്പൊ നമ്മൾ ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y is equal to y minus y bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചാൽ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. equal to byx ന്റെ വാല്യൂ നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് മൈനസ് 0.3 നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചാണ്. ഇനി x minus x bar എന്ന് പറഞ്ഞാൽ 2.875. ഓക്കെ, അപ്പം ഇതിന് അടുത്ത സ്റ്റെപ്പ് ബ്രാക്കറ്റ് ഒഴിവാക്കുന്നത് y minus 2 is equal to 0.3x plus ഇത് 0.3 into ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമുക്ക് മൈനസും പോയിട്ട് അവിടെ പ്ലസ് ആയിട്ട് മാറും. പ്ലസ് 0.8625 വരും. 0.8625. then നമ്മൾക്ക് 2നെ റൈറ്റ് സൈഡ് കൊണ്ടു കഴിഞ്ഞാൽ y is equal to 2 minus 0.3 x plus ഇതിനോട് എന്ത് ചെയ്യും, 2 കൂടി വരുമ്പോൾ 2 മൈനസ് അറേഞ്ച് ചെയ്ത 2.8625 മൈനസ് 0.3x ഇക്വേഷനായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ ഇത്രയായിരിക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ എക്സിന്റെ വാല്യൂ 10 തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 10 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് എക്സിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. വെച്ചാൽ y is equal to 2.8625 minus 0.3 into 10. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം വൈക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. വൈക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ മൈനസ് 0.1375. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്രത്തോളമാണ് ഇതിൽ ചോദിച്ചത്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് bxy into byx എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും ഇതിന്ന് എന്ത് ചെയ്യാം, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് കാണാം. bxy square r is equal to square root of bxy into byx അത് വെച്ചിട്ട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ. ഇനി ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ, ഇതിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. അതായത് ആപ്ലിക്കേഷൻ, പിന്നെ പ്രൊഡക്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ, ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ, റവന്യൂ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാൻ തന്നെ ഏകദേശം അരമണിക്കൂറിന് മേലെ സമയം
ഒരുപാട് ലെങ്തിയാണ് ഇത് ഒരു പ്രോബ്ലം. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അങ്ങനെ നിങ്ങൾ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. പിന്നെ ഇതിന്റെ വർക്കൗട്ട് ചെയ്ത ഒരുപാട് എക്സാമ്പിൾ പ്രോബ്ലംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിന്റെ കീ നോട്ട്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ക്യൂട്ടിയുടെ കീ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ അത് വേണ്ടിയിട്ട് ഞങ്ങളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ജസ്റ്റ് റീഗ്രഷൻ അനാലിസിസ് എന്ന ടോപ്പിക് ഇതോടെ കഴിഞ്ഞ് ഇത്ര പോയതിൽ പറഞ്ഞു. പിന്നെ ജസ്റ്റ് ചെറിയൊരു പോർഷൻ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്ത കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ റീഗ്രഷൻ അനാലിസിസിൽ നമ്മളത് കോറിലേഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലും കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. ചെറിയൊരു ടോപ്പിക്കാണ്, അതിൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തൊന്നും കാണുന്നില്ല. ഓക്കെ, ദെൻ റീഗ്രഷൻ അനാലിസിസ് എന്ന ചാപ്റ്ററുടെ വൈൻഡപ്പാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ പുതിയ ചാപ്റ്റർ പ്രോബബിലിറ്റി ആണ് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് പറഞ്ഞ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളിൽ നിന്ന് അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.